ഡിസംബർ 3, 2025. ഇന്ന് ബുധനാഴ്ച വിപണി നെഗറ്റീവ് മൂഡിൽ അവസാനിച്ചെങ്കിലും ദിവസത്തെ ഇടിവിൽ നിന്ന് സൂചികകൾ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തി. പ്രൈവറ്റ് ബാങ്കുകളും ഐടി ഓഹരികളും നൽകിയ പിന്തുണ വിപണിക്ക് കരുത്തായി. എന്നാൽ വിപുലമായ മാർക്കറ്റിൽ സമ്മർദ്ദം തുടരുകയായിരുന്നു. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയതോടെ ഐടി ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇത് കയറ്റുമതിയിൽ വൻതോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികൾക്ക് സഹായകരമായി. വിപ്രോ ഏകദേശം 2% നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലെ 37 ഓഹരികൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. മാക്സ് ഹെൽത്ത് കെയർ, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി എന്റർപ്രൈസസ് എന്നിവ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തി. പൊതുമേഖലാ ബാങ്കുകളിൽ എഫ്ഡിഐ പരിധി ഉയർത്താനുള്ള ഒരു നീക്കവും സർക്കാർ നിഷേധിച്ചതിനെ തുടർന്ന് കാര്യമായ വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. ഇത് PSU ബാങ്ക് സൂചിക 3% താഴ്ന്നു. ഇന്ത്യൻ ബാങ്ക്, ഹഡ്കോ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരത് ഡൈനാമിക്സ് എന്നിവ ഏറ്റവും മോശം മിഡ് ക്യാപ് പ്രകടനക്കാരിൽ ഉൾപ്പെടുന്നു. 3 മുതൽ 6% വരെ നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 25,986, സെൻസെക്സ് 85,106.81 എന്നിവ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 59,348.25 പോസിറ്റീവ് ആയി ക്ലോസ് ചെയ്തു.